സീമു ജിയുടെ കൂടെ അവളുടെ അപ്പാർട്ട്മെന്റിൽ ചെല്ലും. കുറെ കഴിയുമ്പോൾ അവൻ അവളെ കിസ് ചെയ്യും. പക്ഷെ അതെല്ലാം ജിയും സ്വപ്നം കാണുന്നതാണ്. സ്വപ്നമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് ആശ്വാസമാവും. തലേദിവസം ശരിക്കും എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നോ എന്ന് ചോദിക്കാനായിട്ട് പോയിട്ട് അവൾ ലാസ്റ്റ് മിനിറ്റ് ഞാൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്, ഇയാൾ ഒരുപാട് ദൂരെയാണോ, കാറിൽ കൊണ്ടുവിടണോന്നാണ് ക്യാങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നത്. വേണ്ട, എനിക്ക് ഇവിടുന്ന് 5 മിനിറ്റേ പോകാനുള്ളൂ എന്ന് പറയുമ്പോൾ അവൾ യാത്ര പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു പോകും. എന്തായാലും അനാവശ്യം ഒന്നും ജീവന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ എന്നുള്ള ആശ്വാസത്തില് ജീവൻ കൺവീനിയൻസ് സ്റ്റോറിലേക്ക് സ്നാക്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് പോകും. അവൾ അത് എന്ന് ബില്ലൊക്കെ അടിച്ചു കഴിയുന്നതാണ് ഹാങ് ഓവർ മെഡിസിൻ വാങ്ങിക്കണം എന്ന് ഓർക്കുന്നത്. ആ സെക്ഷനിലേക്ക് പോകുമ്പോൾ സീവു അങ്ങോട്ടേക്ക് വരും. അവനും എന്തോ വാങ്ങി ബില്ലടിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടെയാണ് ജീവനെ കാണുന്നത്. തലേദിവസം മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവള് മറുപടി കൊടുത്തിട്ടില്ലായിരുന്നു. അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടാണ് അവൻ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ. ജീവനെ കണ്ടോണ്ട് സീവു അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും ഈയുടെ കയ്യിൽ ഒരുപാട് സ്നാക്സ് ഉണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത്. അവളെ നേരെ മരണം എടുത്ത് അവന് കൊടുക്കും. പക്ഷെ അവൻ അത് വാങ്ങാൻ നിൽക്കാതെ പെട്ടെന്ന് കടയിൽ നിന്ന് ഇറങ്ങി പോകും. ഇവിടെ കൊണ്ടുപോയി ഹാങ് ഓവർ മെഡിസിൻ വാങ്ങി ബില്ല് കൊടുത്ത് സാധനം വാങ്ങിയിട്ട് തിരിച്ചു വരാൻ നേരത്തെ വന്ന ആളെ ഇയാൾക്ക് അറിയാലോ. അയാള് ബില്ലടിച്ചിട്ട് സാധനം എടുക്കാതെയാണ് പോയത്, കൊണ്ട് കൊടുക്കാമോ എന്ന് കൺവീൻസ് സ്റ്റോറിലെ പെൺകുട്ടി ചോദിക്കും. അങ്ങനെ അവൾ അതുകൊണ്ട് പുറത്തേക്ക് വരും. നമുക്ക് തന്നെ അവനെ കാണത്തില്ല. അന്നേരം ഒരു കുട്ടി അങ്ങോട്ടേക്ക് വന്നിട്ട് വീട്ടിൽ അച്ഛൻ ഇടുന്ന പോലത്തെ ഡ്രസ്സാണ് ആ ആന്റി ഇട്ടേക്കുന്നതെന്ന് അവളെ കളിയാക്കി പറഞ്ഞിട്ട് പോകും. കുട്ടിയുടെ അമ്മ അവളോട് അപ്പോളജൈസ് ചെയ്യും. അവൾ നോക്കുമ്പോൾ സിവു മാറി നിന്ന് ചിരിക്കുവാണ്. അവനിത് കേട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവും. ചിരിക്കാൻ വേണ്ടിയിട്ട് മാറി നിന്നാണ് അവളെ കളിയാക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ ആ സാധനം കൊടുക്കാതെ ദേഷ്യത്തിൽ അതും കൊണ്ട് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകും. നോവ ഫോണിൽ നോക്കിക്കൊണ്ട് വരുന്ന കാണുമ്പോൾ മറ്റേത് ലഞ്ച് ടൈം ആകുമ്പോഴത്തേക്കും ഇയാളുടെ ബോയ് ഫ്രണ്ട് ഒരുപാട് മെസ്സേജസ് ഒക്കെ അയക്കുമായിരുന്നല്ലോ, ഇപ്പൊ അങ്ങനെ അല്ലല്ലോ എന്ന് ജീവൻ ചോദിക്കും. എന്തോ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആള് ബിസിയാണ്, അതുകൊണ്ടാണെന്ന് നോവ പറയും. ജീവൻ നോക്കുമ്പോൾ സിവു അങ്ങോട്ടേക്ക് വരുവാണ്. അവനെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യണം. അതുകൊണ്ട് നോവയുടെ അടുത്ത് ഞാൻ ഡ്രസ് റൂമിലേക്ക് പോവാണെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് അവിടുന്ന് മാറിക്കളയും. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിൽ വരുമ്പോൾ പുതിയ ടീം ലീഡർ എങ്ങനെയുണ്ടെന്ന് ജീവനും നോവയും കൂടി ജൂണിന്റെ അടുത്ത് ചോദിക്കും. റൂമേഴ്സിലെ കേട്ട കൂട്ട് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ആള് വർക്കഹോളിക്കാണ്, ഫുൾ ടൈം ഓഫീസിൽ കാണാം, എപ്പം നോക്കിയാലും കസലിലിരിക്കുന്ന കാണാം, വീട്ടിലൊന്നും തിരിച്ചു പോകുമെന്ന് തോന്നുന്നില്ല എന്ന് പറയും. അതുപോലെ തന്നെ ടീം 1ന്റെ മാനേജർക്ക് ക്യാങ്ങിന്റെ അടുത്ത് നല്ല ദേഷ്യമാണെന്ന് ഇവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പണ്ട് ക്യാങ് സീനിയർ അസോസിയേറ്റ് ആയിരുന്നപ്പോൾ ഇയാളുടെ കീഴിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഒരു പ്രാവശ്യം ഇയാൾ എന്തോ ആരുടെ അടുത്തുനിന്നോ കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഓഡിറ്റ് ടീമിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു. അത് ചെയ്തത് അയാളുടെ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എല്ലാവരും പറയുന്നതെന്നൊക്കെ ജൂൺ അവരോട് പറയും. അവർ നോക്കുന്നുണ്ടേ ക്യാങ് അങ്ങോട്ടേക്ക് വരുവാണ്. സാധാരണ അവൻ ക്യാൻറ്റീനിൽ വന്ന് കഴിക്കാറില്ല, കഴിച്ചാൽ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നാണ് കഴിക്കുന്നത്. പക്ഷെ അങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങളുടെ കൂടെ ഇരുന്നോട്ടേന്ന് ചോദിക്കും. പെട്ടെന്ന് എന്താണ് സംഭവം എന്ന് അറിയാത്തതുകൊണ്ട് ജൂൺ ചാടി എഴുന്നേറ്റ് ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ജീവന്റെ അടുത്തുള്ള സീറ്റാണ് കാണിച്ചു കൊടുക്കുന്നത്. അവൾ വേണ്ട വേണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇരിക്കരുതെന്ന് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. ഒട്ടും ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് അല്ലല്ലോ ഇയാള് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. ഒരുപാട് സ്നാക്സ് കഴിക്കാറുണ്ട്. ഇതിനുശേഷം കോഫി കുടിക്കാനായിട്ട് പോകത്തില്ലേ, ഇയാള് ഹെൽത്ത് ശ്രദ്ധിക്കണ്ടേന്നൊക്കെ ജീവന്റെ അടുത്ത് അന്നേരം ക്യാങ് വന്നിട്ട് ചോദിക്കും. എന്താണ് സംഭവം എന്ന് ബാക്കി രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കോഫി കുടിക്കാൻ പോകുമ്പോൾ ഞാനും കൂടെ വരാം എന്ന് അവൻ പറയുന്നത് കേൾക്കുന്നുണ്ടേ ഇവള് എക്സ്ക്യൂസും പറഞ്ഞ് അവിടുന്ന് പെട്ടെന്ന് തന്നെ മാറിക്കളയും. അവളുടെ പുറകെ നോയും ചെയ്യും. പിന്നെ കഫേയിൽ നിന്ന് കോഫി വാങ്ങിക്കുമ്പോഴത്തേനും ക്യാങ് അങ്ങോട്ടേക്ക് വന്ന് പേ ചെയ്യും. ഞാൻ ക്യാൻറ്റീനിൽ വെച്ചിട്ട് ഒരു സാധനം എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അവനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ജിയൂൺ അവിടുന്ന് സ്ഥലം വിടും. ഇയാളെ നല്ലൊരു എംപ്ലോയി ആണെന്ന് ക്യാങ് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ ഒരു കാര്യം അത്യാവശ്യമായിട്ട് ചെയ്യിച്ചെടുക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പുറകെ വരുന്നതെന്ന് നോവ ജിയൂണിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും അതൊന്നും അല്ല റീസൺ എന്ന് പറയും. അതും അല്ലെങ്കിൽ ഇയാളുടെ അടുത്ത് ക്രഷ് ഉണ്ട്, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അത് ഒട്ടുമല്ല എന്ന് അവൾ പറയും. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഫുൾ ടൈം ഇങ്ങനെ പുറകെ നടക്കുന്നത്, എന്തെങ്കിലും റീസൺ ഇല്ലാതെ ഒരാൾ അങ്ങനെ നടക്കത്തില്ലല്ലോ എന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാങ് അങ്ങോട്ടേക്ക് വരും. ഇവള് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അന്നേരത്തേക്ക് അവൻ അടുത്തെത്തിയിട്ടുണ്ടാവും. ഇന്ന് വൈകിട്ട് ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രയർ എൻഗേജ്മെന്റ് ഉണ്ടെന്നാണ് അവൾ പറയുന്നത്. ഇയാൾ ഇങ്ങനെ തന്നെ പറയുന്നത് എനിക്ക് അറിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകും. ജീവൻ കള്ളം പറഞ്ഞതല്ല, ഫ്രണ്ടായ ഹേജിനെ മീറ്റ് ചെയ്യായിരുന്നു. അവർക്കിടയിൽ സംഭവിച്ചതൊക്കെ ഹേജിന് അറിയാലോ. ക്യാങ്ങിന്റെ ഒരു സീക്രട്ട് ഇപ്പോൾ എനിക്കറിയാം. എന്നെ ഏറ്റവും എംബാരസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ക്യാങ് കാണുകയും ചെയ്തു. അപ്പോൾ ഒരു ക്ലോസ്നെസ് ഒക്കെ ഒരാൾക്ക് തോന്നുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പുറകെ നടക്കുന്നതെന്ന് ജൂൺ പറയുമ്പോൾ അതൊന്നുമല്ല, അയാൾക്ക് നിന്റെ അടുത്ത് ക്രഷ് ഉണ്ട്, അപ്പം നിന്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ യാതൊരു റീസണും ഇല്ലാതെ ഇങ്ങനെ ഒരാള് ഫുൾ ടൈം നിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കത്തില്ലെന്ന് ഫ്രണ്ട് അവളോട് പറയും. പിറ്റേ ദിവസം ഓഫീസിൽ വരുമ്പോൾ ക്യാങ് കയറാനുണ്ടെന്ന് കാണുന്നുണ്ട്. ആ ലിഫ്റ്റിലേക്ക് കയറാതെ എല്ലാവരും മാറി നിൽക്കുകയാണ്. പക്ഷെ ജൂൺ അവനെ കാണുമ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് സംസാരിക്കും. അന്നേരമാണ് അങ്ങോട്ടേക്ക് ജൂൺ വരുന്നത്. പക്ഷെ ഇവരെ രണ്ടുപേരെയും കൂടി ഒന്നിച്ച് കാണുമ്പോഴത്തേക്കും അവൾ ലിഫ്റ്റിൽ കയറാതെ മാറിക്കളയും. ജിയൂണും ജൂണും ഒരേ സമയത്താണ് കമ്പനിയിൽ ജോയിൻ ചെയ്തത്. അവർ രണ്ടുപേരും
നല്ല ഫ്രണ്ട്സ് ആണ്, ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നതും ഒരുമിച്ചാണെന്നൊക്കെ ക്യാങ് അവരുടെ അടുത്ത് സംസാരിച്ച് മനസ്സിലാക്കും. അന്ന് ഉച്ചയ്ക്ക് ജിയൂണിനെയും കൂട്ടി ജൂൺ പുറത്താണ് കഴിക്കാൻ പോകുന്നത്. ഇത്രയും കാലമായിട്ട് എനിക്കൊരു പ്രൊമോഷൻ പോലും കിട്ടിയിട്ടില്ല, കുട്ടികളെ രണ്ടുപേരെയും എങ്ങനെ വളർത്തുമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ ആളുകളൊന്നുമില്ല, ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി നേടിയെടുത്തതെന്നൊക്കെ അവൻ പറയുമ്പോൾ ജിയൂൺ അവനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും. അതുകൊണ്ട് ഇയാൾ ഇംപ്രസീവ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, സ്വന്തം കഴിവുകൊണ്ടാണ് ഇവിടം വരെ എത്തിയത്, പിന്നെ പ്രൊമോഷന്റെ കാര്യം നല്ലൊരു ബോസിനെ കിട്ടാത്തത് കൊണ്ടാണ്, അതാലോചിച്ച് പേടിക്കണ്ട, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവള് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാങ് അങ്ങോട്ടേക്ക് വരും. ഒരു ഫോൺ വന്നെന്നുള്ള രീതിക്ക് ജൂൺ അന്നേരം അവിടെ നിന്ന് മാറിക്കളയും. ക്യാങ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അവൻ ജിയൂണിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് അവൾക്ക് അന്നേരം മനസ്സിലാവും. ഇയാളെ വീണ്ടും ഒറ്റയ്ക്ക് കാണണമെന്ന് പറയുവാണെങ്കിൽ ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞ് ഇയാളെ മാറിപ്പോകുമെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാർഗം നോക്കിയതെന്ന് ക്യാങ് പറയും. അത് കേൾക്കുന്നുണ്ടെങ്കിൽ ഹേജി പറഞ്ഞ കാര്യങ്ങളാണ് അവളുടെ മനസ്സിലേക്ക് വരുന്നത്. ഇത് അത് തന്നെയാണെന്ന് അവൾ ഉറപ്പിക്കും. ഇനി പൊഴിഞ്ഞു മാറാൻ പറ്റത്തില്ലല്ലോ, എന്തായാലും അവന് പറയാനുള്ളത് കേൾക്കാമെന്ന് ജിയൂൺ തീരുമാനിക്കും. എന്നെ ടീം 2 എന്ന് മാറ്റിയത് ഇയാൾ അറിഞ്ഞു കാണുമല്ലോ, പ്രസിഡന്റ് ഒരു ടാസ്ക് ടീം ഫോം ചെയ്യുന്നുണ്ട്, എനിക്കാണ് അതിൻ്റെ ചാർജ്, അതിലേക്ക് ഇയാളെ ഇൻവൈറ്റ് ചെയ്യാനാണ് ഞാൻ വന്നതെന്ന് അവൻ പറയും. അപ്പം ഇത്രയും ദിവസം അത് പറയാൻ വേണ്ടിയിട്ടാണ് അവൻ പുറകെ നടന്നതെന്ന് അവൾ അന്നേരം റിയലൈസ് ചെയ്യും. എനിക്കിപ്പോൾ ടീം മാറാൻ യാതൊരു താല്പര്യമില്ല, ഈ ഒരു സമയത്ത് ഫെയിലിയർ എന്ന് പറയുന്നത് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, എനിക്ക് അതിനുള്ള ആത്മവിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ ഈ ഓഫർ നിരസിക്കുകയാണ്, എന്തായാലും എന്നെ കൺസിഡർ ചെയ്തതിന് നന്ദിയുണ്ടെന്ന് അവള് ക്യാങ്ങിൻ്റെ അടുത്ത് പറയും. അവളുടെ ഡിസിഷൻ അവൻ റെസ്പെക്ട് ചെയ്യും. ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നത് വരെ സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടുന്ന് പോകുന്നത്. അന്ന് ഒരു ഇലക്ട്രോണിക്സ് റിപ്പയർ ഷോപ്പിലേക്കാണ് ക്യാങ് ചെല്ലുന്നത്. അവിടുത്തെ ആൾക്ക് അവനെ കാണുമ്പോൾ സന്തോഷമാവും. അവർ തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അയാളെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അയാൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചു നേരം സംസാരിക്കുമ്പോൾ അവനെന്ത് വിഷമമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എന്താണെന്ന് അയാൾ ചോദിക്കും. എന്നെ ഇന്ന് ഒരാൾ റിജക്ട് ചെയ്തു എന്നാണ് അവൻ പറയുന്നത്. ഇനി ഞാൻ എന്ത് വേണമെന്ന് ചോദിക്കുന്നുണ്ടേ, ഒന്നുകിൽ നിനക്ക് നിന്റെ ശ്രമം ഉപേക്ഷിക്കാം, അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം, ഒരു പക്ഷേ സക്സീഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അയാൾ അവനോട് പറയും. പിറ്റേ ദിവസം ഒഫീഷ്യൽ മെയിൽ വരുന്നതന്നെയാണ് പുതിയതായിട്ട് ഒരു ടാസ്ക് ടീം ഫോം ചെയ്തു എന്ന് ഓഫീസിലെല്ലാവരും അറിയുന്നത്. അന്നേരമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ക്യാങ് ജൂണിനെ മീറ്റ് ചെയ്തതെന്ന് ജൂണിന് മനസ്സിലാവും. പ്രസിഡന്റ് നേരിട്ടാണ് ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാങ്ങിൻ്റെ അടുത്ത് പറയുന്നത്. എല്ലാ അധികാരവും അവനാണ് കൊടുത്തേക്കുന്നത്. പ്രസിഡന്റ് ഇതുപോലെ ഇവിടെ ഒരു നോർമൽ എംപ്ലോയി ആയിട്ട് തുടങ്ങിയിട്ട് പതുക്കെ പതുക്കെ പ്രൊമോഷൻ കിട്ടി ആ ഒരു സ്ഥാനം വരെ എത്തിയതാണ്. അതുകൊണ്ട് തന്നെ ടാലൻ്റ് ഉള്ള ആളുകളെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവർക്ക് ക്യാങ്ങിൻ്റെ അടുത്ത് അത്രയ്ക്കും വിശ്വാസമുണ്ട്. പുതിയ റെഫ്രിജറേറ്ററിന്റെ പ്രൊഡക്ഷൻ സസ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ടേ ഒരുപാട് പേര് അതിനെ എതിർക്കും. പക്ഷേ പ്രസിഡന്റ് ഹാൻ ക്യാങ്ങിനെ സപ്പോർട്ട് ചെയ്യും. ഇയാള് ടീം 2 എന്ന് മാറി പുതിയൊരു ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങി എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് കാണിക്കണം എന്നാണ് അവനോട് ആവശ്യപ്പെടുന്നത്. ടീമിന്റെ ഫുൾ കൺട്രോളും എനിക്ക് വേണമെന്ന് മാത്രമാണ് അവൻ തിരിച്ചാവശ്യപ്പെടുന്നത്. പ്രോഗ്രസ് മുഴുവൻ നേരിട്ട് പ്രസിഡന്റിനെ അറിയിക്കാമെന്നും അവൻ വാക്കുകൊടുക്കും. ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ജിയൂണെ ഫാക്ടറിയിലേക്ക് മാനേജർ കോ പറഞ്ഞു വിടുന്നത്. അതിന്റെ പേരിലാണ് അവിടെ ബഹളം ഉണ്ടായതല്ല. അയാളുടെ പ്രോജക്റ്റ് ക്യാങ് തട്ടിയെടുത്തു എന്നൊരു തോന്നലാണ് ഇപ്പോൾ അയാൾക്ക്. അതുകൊണ്ട് തന്നെ ടീം 1 നിന്ന് ആരും ടാസ്ക് ഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യരുതെന്ന് അയാൾ വാർണിംഗ് കൊടുക്കും. എന്നിട്ട് അവരുടെ പുതിയൊരു പ്രോഡക്റ്റിന്റെ മൈക്രോഫോണിന്റെ എന്തോ പ്രശ്നമുണ്ട്, അത് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയി എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജിയൂണിനെ പറഞ്ഞു വിടും. ആദ്യത്തെ കമ്പനിയുടെ മൈക്രോഫോൺ ഫോൾട്ടി ആണെന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടാമത് വേറൊരു കമ്പനിയുടെ ആണ് അവരിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത്, അത് ഓക്കെ ആണെന്ന് മനസ്സിലാക്കി അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഡെവലപ്മെന്റ് ടീമിലെ ആളും ജിയൂണും തീരുമാനിക്കും. പണ്ട് ക്യാങ്ങിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അയാൾ. അവൻ സത്യസന്ധനായ ഒരാളാണെന്നാണ് അയാൾക്ക് അഭിപ്രായമുള്ളത്. ഫാക്ടറിയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ അങ്ങനെ ഫോൾട്ടി ആയിട്ടുള്ളൊരു സാധനമായിട്ട് മുന്നോട്ട് പോകത്തില്ല എന്ന് എനിക്കറിയായിരുന്നു, അന്നേരം ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് ഊഹിക്കായിരുന്നു എന്നൊക്കെ അയാൾ ജിയൂണിൻ്റെ അടുത്ത് പറയും. അനിയത്തി ഹോസ്പിറ്റലിലാണ്, അതുകൊണ്ട് ലീവ് വേണമെന്ന് നോജ് എന്ന് മാനേജർ കോയുടെ അടുത്ത് പറയും. വൈകുന്നേരം വരെ അവളെ ലീവ് ചോദിക്കാത്തതിൽ അയാൾക്ക് ദേഷ്യം തോന്നും. അവളെ കുറെ വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് ലീവ് എടുത്തോളാൻ പറയുന്നത്. എന്നിട്ട് നോയുടെ ജോലിയെല്ലാം കൂടി ജിയൂണിനെ ഏൽപ്പിക്കും. ഒരുവിധമാണ് കൃത്യസമയത്ത് അവള് ട്രെയിനിൽ കയറുന്നത്. ശരിക്കും നോവ അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണാനായിട്ട് അവന്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. യൂണിവേഴ്സിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ ബോയ് ഫ്രണ്ട് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നോയെ കാണുന്നുണ്ടെ അവൻ യാതൊരു സന്തോഷവും കാണിക്കത്തില്ല. വിളിച്ചു പറയാതെ എന്തിനാണ് വന്നതെന്നാണ് അവൻ ആദ്യം ചോദിക്കുന്നത്. ഇവിടെ ഞാൻ ബിസിയാണെന്ന് അറിഞ്ഞുകൂടെ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഇയാൾക്ക് എന്റെ മെസ്സേജിന് റിപ്ലൈ തരാൻ പോലും പറ്റുന്നില്ല, വീക്കെൻഡ്സിലേക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നില്ല, അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ കാണാൻ വന്നേക്കുവാണ്,
നാളത്തേക്ക് ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. അന്നേരം ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുന്ന രീതിക്ക് സംസാരിച്ചുകൂടെ എന്ന് അവൾ തിരിച്ചു ചോദിക്കും. ഇയാളൊന്നും കഴിച്ചില്ലല്ലോ, നമുക്ക് കഴിക്കാൻ പോകാമെന്നും പറഞ്ഞ് അവൻ അവളെയും വിളിച്ചുകൊണ്ട് പോകും. ജിയൂൺ വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ പേര് വിളിച്ച് ആരോ വന്ന് ഹഗ് ചെയ്യും. അവൾ പെട്ടെന്ന് പേടിച്ച് പിടിച്ചു മാറ്റും. നോക്കുമ്പോൾ ഗായുളാണ്. ഞാൻ പോയിട്ട് ഇപ്രാവശ്യം ഒരുപാട് താമസിച്ചാണല്ലേ തിരിച്ചു വന്നതെന്ന് അവൻ ഒന്നും സംഭവിക്കാത്ത കൂട്ട് സാധാരണ പോലെ അവളുടെ അടുത്ത് സംസാരിക്കും. അവൾക്ക് ദേഷ്യം വരും. ഇയാള് ഇത്രയും നാളിന് ശേഷം തിരിച്ചു വരേണ്ട ആവശ്യമില്ലായിരുന്നു, എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്? ഞാൻ ഓൾറെഡി മെസ്സേജ് അയച്ച് പറഞ്ഞതാണ്. പക്ഷേ ഈ ഒരു നിമിഷം ഞാൻ പല പ്രാവശ്യം സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇയാളുടെ മുഖത്ത് നോക്കിയത് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. നമ്മളുടെ റിലേഷൻ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഇയാള് ഇത്രയും നാളെടുത്ത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ ഇയാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അത് ഞാൻ ആകെ വറീഡ് ആയതുകൊണ്ടായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അത് ദേഷ്യമായിട്ട് മാറി. പിന്നീട് നേരിട്ട് കണ്ട് ബ്രേക്കപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഇയാളെ തിരിച്ചു വരാൻ ഇത്രയും വർഷം എടുത്തപ്പോൾ എനിക്കത് ഇയാളെ മറക്കാനുള്ള സമയമായിരുന്നു. അതുകൊണ്ട് ഇയാൾ തിരിച്ചു പോകണമെന്നാണ് ഗായുവിൻ്റെ അടുത്ത് ജിയൂൺ പറയുന്നത്. എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ മറന്നു വെച്ചിട്ട് പോയി എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നാണ് ഗായുൾ പറയുന്നത്. പണ്ട് ഇതുപോലെ ഒരു ലോങ് ട്രിപ്പ് പോയതിനു ശേഷം 2021 തിരിച്ചു വന്ന ആ കൺവീനിയൻസ് സ്റ്റോറിൽ വെച്ച് ജിയൂണിനെ കാണുമ്പോഴും ഇവൻ ഇതേ ഡയലോഗാണ് പറയുന്നത്. ഇതുവരെ അവൾ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗായുളും അവളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മിലിറ്ററിയിൽ പോയി വന്നതിന് ശേഷം അവൻ വീണ്ടും ലോങ് ട്രിപ്പിന് പോയി കഴിയുന്നുണ്ടേ അവൾ പിന്നീട് അങ്ങോട്ടേക്ക് മെസ്സേജസ് ഒക്കെ അയക്കാതാവും. അതുവരെ സ്ഥിരമായിട്ട് മെസ്സേജസ് ഒക്കെ അയക്കുന്നതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ജോലി കിട്ടും, പുതിയ നമ്പർ ആവും, അങ്ങനെ കോണ്ടാക്ട് നഷ്ടപ്പെടും. അതിനുശേഷമാണ് യാദൃശ്ചികമായിട്ട് അവൻ തിരിച്ചു വരുമ്പോൾ കൺവീനിയൻസ് സ്റ്റോറിൽ വെച്ച് കാണുന്നത്. ഒന്നും സംഭവിക്കാത്ത കൂട്ട് അവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് അയാളെ ഇഷ്ടമായിരുന്നു എന്ന് ഇയാൾക്ക് അറിയായിരുന്നു. പക്ഷെ അത് കണ്ടില്ല എന്ന് നടിച്ചു. വെറുതെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ഹോപ്പ് തരരുതെന്ന് ജിയൂൺ അവൻ്റെ അടുത്ത് പറയും. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇയാളെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ തിരിച്ചറിയാൻ വൈകി. ഞാൻ ഇയാളെ ഒരുപാട് മിസ് ചെയ്തു, അതുകൊണ്ടാണ് തിരിച്ചു വന്നതെന്നാണ് അവൻ പറയുന്നത്. എന്നിട്ട് അവിടെ വെച്ചിട്ട് എൻ്റെ ഗേൾ ഫ്രണ്ട് ആകാൻ പറ്റുമോ എന്ന് അവളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യും. അങ്ങനെയാണ് പിന്നീട് ഇവർ ഒന്നിച്ച് താമസിക്കാനൊക്കെ തുടങ്ങുന്നത്. പക്ഷെ പിന്നെയും അവൻ അവൻ്റെ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. ജിയോൺ വീട്ടിലേക്ക് പോയി ഡാലിൻ്റെ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്ന ബോക്സുമായിട്ട് തിരിച്ചു വരും. ഇയാൾക്ക് വേണ്ടത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്, ഇതുമായിട്ട് തിരിച്ചു പോകാനായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇതെല്ലാം ഉദ്ദേശിച്ചതെന്ന് നിനക്കറിയാലോ എന്ന് അവൻ തിരിച്ചു ചോദിക്കും. എനിക്കിനി കൂടുതലൊന്നും സംസാരിക്കാനില്ല, ഇയാൾ ഇതുമായിട്ട് പോകാൻ പറഞ്ഞ് അവൾ അതവിടെ വെച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യാനായിട്ട് തുടങ്ങും. അവൾ നെല്ലിക്കൂടെ നോക്കുമ്പോൾ ഗായുള് ആ ബോക്സ് എടുക്കാതെയാണ് പോയതെന്ന് കാണും. അങ്ങനെ അവൾ അത് ചെന്ന് തിരിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവെക്കും. പിറ്റേ ദിവസം ക്യാൻ സ്ഥിരമായി വാങ്ങിക്കുന്ന ഡ്രിങ്ക്സ് വന്ന് കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബില്ലിട്ടിട്ട് സാധനം എടുക്കാതെയാണ് പോയത്, ഞാൻ ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തയച്ചായിരുന്നു എന്ന് ആ പെൺകുട്ടി ക്യാങ്ങിൻ്റെ അടുത്ത് പറയും. അവൾ ഉദ്ദേശിക്കുന്നത് ജിയൂണിനെ ആണെന്ന് അവന് മനസ്സിലാവും. ചായയുടെ ജോലിയെല്ലാം ജിയൂണെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം അവൾ റെഡിയാക്കി മാനേജറുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. എന്നിട്ട് പുതിയ മൈക്രോഫോൺ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടും കൊണ്ട് കൊടുക്കുന്നുണ്ടേ നമുക്ക് പഴയതുമായിട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന് അയാൾ പറയും. അത് ഓൾറെഡി ഫോൾട്ടി ആയിട്ടുള്ള സാധനമായിരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടാണല്ലോ നമ്മളത് മാറ്റിയതെന്ന് ചോദിക്കുന്നുണ്ടേ. അത് സാരമൊന്നുമില്ല, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി, അതേ കമ്പനിയുടെ സാധനം മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് അയാൾ വീണ്ടും നിർബന്ധം പിടിക്കും. ഡെവലപ്മെന്റ് ടീം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ദിവസം ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടാണ് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഇത് മാറ്റണം എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല എന്നൊക്കെ അവൾ തർക്കിക്കാനായിട്ട് നോക്കുമ്പോൾ അയാൾ അവളുടെ അടുത്ത് ദേഷ്യപ്പെടും. ഇയാൾ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ, ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെല്ലാം ക്യാങ്ങും ജൂണും ഓഫീസിലെ എല്ലാവരും കേൾക്കും. ഇവള് അയാളുടെ പുറകെ ചെല്ലുന്നുണ്ടേ, നിങ്ങൾ ഇതുവരെ മാറിയിട്ടില്ലല്ലോ, ഇന്നലെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡിന്നറിന് നിങ്ങൾ പോയതായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ക്യാങ് അയാളോട് പറയും. അവനോട് മറുപടി പറയാതെയാണ് അയാൾ അവിടുന്ന് പോകുന്നത്. ക്യാങ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ജിയൂണിന് മനസ്സിലാവും. അവളെ ദേഷ്യത്തിൽ പുറത്തേക്ക് പോകുന്നുണ്ടേ ക്യാങ് പുറകെ ചെല്ലും. കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിയ ഡ്രിങ്ക്സ് കൺവീനിയൻസ് സ്റ്റോറിലെ പെൺകുട്ടി ഇയാളെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു, ഇയാൾ അത് കുടിച്ച് കുത്തുമെന്ന് ചോദിക്കും. ഇല്ല, എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ടേ, എനിക്കത് തിരിച്ചു വേണം, ഞാൻ വീട്ടിലേക്ക് വരാം എന്നാണ് അവൻ പറയുന്നത്. വീട്ടിലേക്കൊന്നും വരണ്ട, ഞാൻ അതുപോലത്തെ വേറൊരെണ്ണം വാങ്ങിത്തരാമെന്ന് പറയുമ്പോൾ എനിക്ക് അത് തന്നെ വേണം, ഇന്ന് തന്നെ വേണം എന്ന് അവൻ നിർബന്ധം പിടിക്കും. അങ്ങനെ അന്ന് വൈകിട്ട് ക്യാങ്ങിനെ ജിയൂൺ അടുത്തുള്ള കഫേയിൽ മീറ്റ് ചെയ്യും. രാവിലത്തെ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്തു എന്ന് ക്യാങ് ജിയൂണിൻ്റെ അടുത്ത് ചോദിക്കും. ഡെവലപ്മെന്റ് ടീമിലെ ആളുകൾ അതുപോലെ ബഹളം ഉണ്ടാക്കി. പക്ഷെ പിന്നീട് എന്ത് വിചാരിച്ചത് തന്നെയാണ് നടന്നത്. ഒന്നും സംഭവിക്കാതെ വിട്ട് എല്ലാവരും അവരവരുടെ ജോലികളിലേക്ക് തിരിച്ചു പോയി എന്ന് അവൾ പറയുന്നത് കേൾക്കുമ്പോൾ, പണ്ട് ഞാനും സീനിയർ അസോസിയേറ്റ് ആയിട്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ ടീം ലീഡർ മാനേജർ കോയായിരുന്നു. അയാൾ ഒരു ആവശ്യമില്ലാതെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു സംഭവം മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അയാൾ
അതിന്റെ കമ്പനിയുടെ ആളുകളുമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഓഡിറ്റ് ടീമിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു. കൃത്യമായിട്ട് എവിഡൻസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് അവർ അന്നേരം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ പ്രോഡക്റ്റുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ എനിക്ക് പ്ലാനിംഗ് ടീമിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. അതാണ് സംഭവിച്ചതെന്ന് അവൻ പറയും. അപ്പോൾ ജൂൺ പറഞ്ഞ കൂട്ടല്ല കാര്യങ്ങളെന്ന് അവൾ തിരിച്ചറിയും. അതുകൊണ്ടാണ് ഇയാളുടെ അടുത്ത് ടാസ്ക് ഫോഴ്സിലേക്ക് വരാനായിട്ട് ഞാൻ പറയുന്നതെന്ന് അവൻ പറയുമ്പോൾ ഇയാൾ ഇവിടെ വന്നിട്ട് കുറച്ച് നാളെ ആയുള്ളൂ, എന്നെ പറ്റി ഒന്നും അറിയത്തില്ല, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഇയാളുടെ ടീമിൽ എടുക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത്, എന്തിനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് കാലമായിട്ട് ഇയാളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് അവൻ പറയും. അവൾ ഇന്റേൺ ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവളുടെ ഓറിയന്റേഷൻ്റെ അന്ന് ക്യാങ്ങും അവിടെ ഉണ്ടായിരുന്നു. അപ്പം എന്താണ് ഭാവിയിൽ കമ്പനിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ വളരെ ആവേശത്തോടു കൂടിയാണ് അതിനൊക്കെ മറുപടി പറയുന്നത്. എല്ലാവരും അവളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്യാങ്ങും അതൊക്കെ കേൾക്കുന്നുണ്ട്. അവളുടെ മറുപടിയൊക്കെ അവന് ഇഷ്ടമാവും. പക്ഷെ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരു എംപ്ലോയിയുടെ ആവേശം മാത്രമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറുമെന്ന് അവൻ വിചാരിക്കും. എന്നാൽ പിന്നീടും അവളുടെ ആ ഫയർ തന്നെ ഉണ്ടെന്ന് പല ഇൻസിഡൻസിലൂടെ അവന് മനസ്സിലാവും. ഫാക്ടറിയിൽ വെച്ച് വീണ്ടും കാണുമ്പോൾ അവൾ പറഞ്ഞത് കേൾക്കുന്നുണ്ട് അവന് നിരാശ തോന്നും. ഇയാൾ മാറിയെന്നാണ് ഞാൻ വിചാരിച്ചത്. അന്നേരമാണ് ഇയാളുടെ ഡയറി എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഇയാള് ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇയാളുടെ പാഷൻ ഹൈഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു എന്ന് ആ ഡയറി കണ്ടപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് വേറൊരാൾ ഇയാളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ ട്രീറ്റ് ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് എൻ്റെ കൂടെ ടാസ്ക് ഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകും. നാളത്തെ കല്യാണം കഴിയുമ്പോൾ ജോലി റിസൈൻ ചെയ്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ന് പിറ്റേ ദിവസം തിരിച്ചു പോരാൻ നേരത്ത് നോവ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കും. ഇത്രയും നല്ലൊരു കമ്പനിയിലെ ജോലി ഇയാൾ എന്തിനാണ് റിസൈൻ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് വേറെ ഏതെങ്കിലും കമ്പനിയിൽ നോക്കാമല്ലോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടിടത്ത് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അവൾ പറയും. അവൾ യാത്ര പറഞ്ഞ് ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. ഇവൻ പുറകെ വിളിക്കും. അന്നേരം ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്നാണ് അവൻ പറയുന്നത്. അവളത് കേൾക്കുന്നുണ്ടെങ്കിലും അനൗൺസ്മെന്റിന്റെ ഇടയ്ക്ക് കേട്ടില്ല എന്നുള്ള രീതിക്ക് പ്രിറ്റൻഡ് ചെയ്ത് അവനോട് യാത്ര പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കും. കുറച്ചു ദൂരം ചെന്നിട്ടാണ് അവൾ റിയാക്ട് ചെയ്യുന്നത്. അത് നോയ്ക്ക് വല്ലാത്തൊരു ഷോക്കാണ്. ആ സ്ട്രെസ് എല്ലാം കാരണം നോയ്ക്ക് വയ്യാതെ വരും. റെസ്റ്റ് റൂമിൽ വെച്ചിട്ട് അവളെ തീരെ വയ്യാത്ത അവസ്ഥയിലാണ് ജീവൻ കാണുന്നത്. ലീവിന് അപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ തലേദിവസം ലീവ് ചോദിച്ചല്ലേ, ഇനിയിപ്പോൾ അടുത്ത ലീവ് വേണമെന്ന് എങ്ങനെ ഞാൻ പോയി മാനേജർ അടുത്ത് ചോദിക്കുമെന്ന് അവൾ പേടിയോടെ ജീവൻ്റെ അടുത്ത് ചോദിക്കും. അതുകൊണ്ട് ജീവനാണ് അവൾക്ക് വേണ്ടിയിട്ട് ലീവ് വേണമെന്ന് പോയി മാനേജർ കോഴിയുടെ അടുത്ത് ചോദിക്കുന്നത്. എന്തെങ്കിലും കാര്യത്തിൽ ഇയാൾ കേപ്പബിൾ ആണോ? എന്ത് കാര്യമാണ് ഇയാൾ വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ളത്? ഒന്നും നേരെ ചൊവ്വേ ചെയ്യത്തുമില്ല, എന്നിട്ട് ലീവും വേണം. മിനിഞ്ഞാന്നിട്ട് അതേ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇയാൾ വന്നേക്കുന്നത്. അപ്പോൾ ഇയാളുടെ അനിയത്തിക്ക് അസുഖമാണെന്ന് പറഞ്ഞത് കള്ളമാണ്. ഇയാൾ ലീവ് എടുത്ത് പോയത് ഇയാളുടെ ബോയ് ഫ്രണ്ടിനെ കാണാനല്ലേ? വെറുതെ കമ്പനിയുടെ പൈസയും വാങ്ങി ലീവ് വേസ്റ്റ് ചെയ്യരുത്. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചുകൂടെ എന്നൊക്കെ ഇയാൾ വളരെ മോശമായിട്ടുള്ള രീതിക്ക് നോ എടുത്ത് തിരിച്ചു ചോദിക്കും. അവൾക്ക് എന്ത് പറയണം എന്നറിയത്തില്ല. ഒരാള് എത്ര നന്നായിട്ട് ജോലി ചെയ്താലും സാർ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാറോ അക്നോളജ് ചെയ്യാറോ ഇല്ല. അവരെ താഴ്ത്തി കെട്ടിയാണ് എപ്പോഴും സംസാരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ യാതൊരു കാര്യവും ഇല്ലാതെ ഒരു റീസണും ഇല്ലാതെ ഇങ്ങനെ വഴക്ക് പറയേണ്ട ആവശ്യം എന്താണ്? ഒരു എംപ്ലോയിയുടെ പ്രൈവറ്റ് ലൈഫിനെ പറ്റി ഇങ്ങനെ ഒന്നും അറിയാതെ കമന്റ് പറയാനായിട്ട് സാറിന് യാതൊരു അധികാരവും ഇല്ല. ഇതെല്ലാം വർക്ക് പ്ലേസ് ഹരാസ്മെന്റിൽ വരും എന്നൊക്കെ ജീവൻ പറയുന്ന കേൾക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം കൂടും. അതുകൊണ്ട് ഇയാൾ എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണോ എന്നാണ് അയാൾ തിരിച്ചു ചോദിക്കുന്നത്. ഞാൻ കംപ്ലൈന്റ് ഒന്നും തൽക്കാലം കൊടുക്കുന്നില്ല, പക്ഷേ സബോർഡിനേറ്റ്സിന്റെ അടുത്ത് കുറച്ചും കൂടി ബഹുമാനത്തോടെ സംസാരിക്കണം, റെസ്പെക്റ്റോടെ ട്രീറ്റ് ചെയ്യണം. അത് മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. അത് സാർ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ജീവൻ പറയും. അയാൾ നോക്കുമ്പോൾ എല്ലാവരും ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ്. ക്യാങ്ങും കേൾക്കുന്നുണ്ട്. അയാൾക്കത് കുറച്ചിലായി പോകും. ഇയാൾ എന്നെ എപ്പോഴും സർപ്രൈസ് ചെയ്യുന്നുണ്ട്. ശരി, ഞാൻ ഇനി മുതൽ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും സംസാരിക്കാൻ ശ്രമിക്കാമെന്ന് കളിയൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. ഒരു ടാക്സി വിളിച്ച ജീവൻ നോയയെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടും. തിരിഞ്ഞു നടക്കുമ്പോൾ ആദ്യമായിട്ട് അവിടെ ജോയിൻ ചെയ്ത ദിവസം എത്ര എക്സൈറ്റ്മെന്റോടു കൂടിയാണ് അമ്മയെ വിളിച്ച് അവൾ സംസാരിച്ചതെന്നൊക്കെ ജീവൻ ഓർക്കും. ഇപ്പോൾ അവൾക്ക് ജോലിക്ക് വരാൻ തന്നെ തോന്നുന്നില്ല. എല്ലാവരുടെ ഫ്രണ്ടിൽ വെച്ച് ജീവൻ അങ്ങനെ സംസാരിച്ചതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് മാനേജർക്കോ അവൾക്ക് എക്സ്ട്രാ പണി കൊടുക്കും. പക്ഷെ അവൾ അന്നും ഓവർ ടൈം വർക്ക് ചെയ്ത് ആ റിപ്പോർട്ട് അയാളുടെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. തിരിച്ചു വന്നിട്ട് അവളുടെ ദേഷ്യം മുഴുവൻ റെസിഗ്നേഷൻ ലെറ്റർ ആയിട്ട് എഴുതി അവൾ അത് സെൻഡ് ചെയ്യണോ ഡിലീറ്റ് ചെയ്യണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. നോക്കുമ്പോൾ ഗായന്റെ ബോക്സ് അവിടെ ഇരിക്കുന്നത് കാണും. അതിലെ സാധനങ്ങളൊന്നും ഇതുവരെ കളഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവൾക്ക് സ്വന്തമായിട്ട് ദേഷ്യം തോന്നി അതെല്ലാം കൂടി ട്രാഷ് ബാഗിൽ എടുത്ത് വെക്കും. അതിനാണ് അവളുടെ ഡയറി അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അതും എടുത്ത് കളയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ക്യാങ് പറഞ്ഞ കാര്യങ്ങൾ അവൾ ഓർക്കും. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ആ ഡയറി ഒക്കെ എടുത്ത് തുറന്നു നോക്കും. അവിടെ ജോയിൻ ചെയ്ത സമയത്ത് അവളുടെ സങ്കല്പത്തിലുള്ള കുറേ മെഷീൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെയാണ് അവൾ അതിൽ
എഴുതിയിരുന്നത്. ചിലതൊക്കെ ഓൾറെഡി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചൊക്കെ കമന്റ്സ് എഴുതിയിട്ടുണ്ട് ക്യാൻ. ചില കാര്യങ്ങളൊക്കെ നല്ല ഐഡിയാസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിക്കൊക്കെ കമന്റ്സ് എഴുതിയിരിക്കുന്ന കാണുമ്പോൾ അവൾ ആകെ ഇമോഷണൽ ആവും. പിറ്റേ ദിവസം എന്തോ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ജിയൂൺ ഓഫീസിലേക്ക് വരുന്നത്. പെർഫെക്റ്റ് ബോസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് പാർട്ണർ എന്നൊന്നും ഇല്ല. നമുക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യേണ്ടി വരികയാണെങ്കിലും ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ മാർഗമുള്ളൂ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അവളെ നേരെ വന്ന മാനേജർ കോയെ ഗ്രീറ്റ് ചെയ്യും. അയാളെ സീറ്റിലേക്ക് പൊക്കോളാനായിട്ട് പറയുമ്പോൾ അവള് ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കും. എന്നിട്ട് ടാസ്ക് ഫോഴ്സിന് വേണ്ടിയിട്ട് അവിടെ പുതുതായിട്ട് അറേഞ്ച് ചെയ്തിരുന്ന സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. അവിടെ ക്യാങ് നിൽപ്പുണ്ട്. സീനിയർ അസോസിയേറ്റ് ഷാജിയൂണാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ടാസ്ക് ഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ് അവൾ ചെന്നിട്ട് ക്യാങ്ങിന്റെ അടുത്ത് പറയുന്നത്. അത് കേട്ട് എല്ലാവരും ഞെട്ടി അവളെ നോക്കും. ജിയൂൺ അങ്ങനെ ചെയ്യുന്ന മാനേജർ കോയും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ക്യാങ് അവളെ ഹാപ്പി ആയിട്ട് അവന്റെ ടീമിലേക്ക് വെൽക്കം ചെയ്യും.